നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഏതാണ് ഈ റോഡ് എന്നുള്ളത് സ്ഥിരമായി നമ്മുടെ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഗോവയിലെ വെർണ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ റോഡാണ്. ഒരു 150 പ്രോഗ്രാമുകൾ, 150 വാഹനങ്ങൾ നമ്മളിവിടെ ഓടിച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. 150 ഇത്തിരി അതിശയോക്തി പറഞ്ഞാണെങ്കിൽ പോലും കുറേ വാഹനങ്ങൾ നമ്മളിവിടെ പണ്ട് തൊട്ട് ഏഷ്യാനെറ്റിനും അതിനു മുമ്പ് ഞാൻ ഇന്ത്യ വിഷനിൽ പ്രോഗ്രാം ചെയ്യുന്ന കാലത്ത് പോലും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സുപരിതമായ ഈ സ്ഥലത്ത് പിൻഭാഗം നിങ്ങൾ കണ്ടോ, നല്ല മഴ പെയ്ത് മഞ്ഞിങ്ങനെ പൊങ്ങി നിൽക്കുന്ന മലനിരകളെയൊക്കെ സാക്ഷി നിർത്തി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വാഹനത്തിൻ്റെ പേരാണ് ടാറ്റ കർവ് ഡീസൽ ഓട്ടോമാറ്റിക്. അതാണ് ചുവന്ന് തുടുത്ത് നമ്മോടൊപ്പം ഇവിടെ കിടക്കുന്നത്. എന്താണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ സാധാരണഗതിയിൽ ഈ 7 സ്പീഡ് DCT അല്ലെങ്കിൽ DC അല്ലെങ്കിൽ ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് എന്നൊക്കെ പറയുന്ന വളരെ വില കൂടിയ വാഹനങ്ങളൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ബെൻസിൻ്റെ GLAക്കുണ്ട് 7 സ്പീഡ് DCT ഗിയർ ബോക്സ് ഉള്ള ഡീസൽ എൻജിൻ മോഡൽ. പക്ഷേ താഴേക്ക് വരുമ്പോൾ ഒരിക്കലും ഒരു വാഹനത്തിൽ നമ്മളിത് കണ്ടിട്ടില്ല. കാരണം ഡീസൽ വാഹനങ്ങളിലെ DCT എന്ന് പറയുന്നത് അല്പം കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഒരു ഇടത്തരക്കാരന് പോലും ഡീസൽ DCT അല്ലെങ്കിൽ DCA പ്രാപ്യമാകുന്ന രീതിയിലാണ് ഈ വാഹനം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. നല്ല രസമാണ് ഓടിക്കാൻ. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 50-60 കിലോമീറ്റർ ഓടിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എഞ്ചിനൊരു അല്പം ശബ്ദം തോന്നുമെങ്കിൽ പോലും അതിനുശേഷം വളരെ സ്മൂത്തായിട്ടുള്ള, വളരെ സൈലൻ്റ് ആയിട്ടുള്ള എഞ്ചിനായിട്ട് മാറുന്നുണ്ട്. ഒരു ബെൽജിയം കമ്പനി നിർമ്മിച്ചു കൊടുത്ത ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിലുള്ളത്. ഇതിൻ്റെ വില ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല. 17.69 ലക്ഷം രൂപയിലാണ് ഇപ്പോഴത്തെ വില പ്രഖ്യാപിച്ച ടോപ്പിന് നിൽക്കുന്നത്. പെട്രോളിലും ഡീസലിലും ഉണ്ട് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മോഡൽ. അതിൻ്റെ മാത്രം വില പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിൽ പോലും ഒരു 18 ലക്ഷം രൂപ എക്സ്ഷോറൂമിലേക്ക് കിട്ടുമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ 22 ലക്ഷം രൂപയ്ക്കൊക്കെ കിട്ടാൻ പോകുന്ന ഡീസൽ DCA വാഹനം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചൊരു പുതുമ തന്നെയാണ്. അതാണ് ഈ ഒരു വേരിയൻറ്റിൻ്റെ പ്രത്യേകത. പക്ഷേ 10 ലക്ഷം രൂപയിലാണ് ടാറ്റ കർവിൻ്റെ പെട്രോൾ മാനുവൽ മോഡലിൻ്റെ വില ആരംഭിക്കുക എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യമാണ്. കാരണം വളരെ വലിയൊരു വാഹനമാണിത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ടാറ്റ നെക്സോൺ എന്ന് പറയുന്നത് അത് തന്നെ ഒരു വലിയ വാഹനമാണ്. നെക്സോണിനേക്കാളും 331 മില്ലിമീറ്റർ നീളം കൂടുതലുള്ള 62 മില്ലിമീറ്റർ വീൽ ബേസ് കൂടുതലുള്ളൊരു വാഹനം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ എത്രത്തോളം വലുതായിരിക്കുമെന്ന്. അങ്ങനെ ഒരു വാഹനം 10 ലക്ഷം രൂപ എക്സ്ഷോറൂം വില കിട്ടുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. കാര്യമായിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും തികഞ്ഞ ഒരു വാഹനമാണ് ഇതെന്നാണ് പറയേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ടാറ്റ കർവിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക്കിൻ്റെ ടെസ്റ്റ് ഡ്രൈവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്നിപ്പോൾ ഈ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മോഡലിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഡീസൽ DCA, അതായത് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക്കുള്ള ഡീസൽ എഞ്ചിനാണ് ഇതിലുള്ളതെന്നുള്ളത്. പക്ഷേ മൊത്തത്തിൽ എന്താണ് ടാറ്റ കർവിൻ്റെ പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇതൊരു SUV കൂപ്പെ ആണ് എന്നുള്ള കാര്യമാണ്. അതായത് ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മാത്ത് എത്തിയതുമില്ല എന്ന മട്ടിൽ ഹാഷ് ബാക്കിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു, എന്നാൽ SUVയിലേക്ക് എത്തിയതുമില്ല എന്നുള്ളൊരു തരത്തിലുള്ള ഡിസൈനാണ് ഇതിൻ്റേത്. ഈ കാണുന്ന പോലെ ഇങ്ങനെ സ്ലോപ്പിംഗ് ആയിട്ടുള്ള റൂഫ് ലൈനാണ് ഈ ഒരു SUV കൂപ്പുകളുടെ പ്രത്യേകത. അടുത്ത കാലത്ത് ബസാൾട്ട് എന്നൊരു സിട്രോണിൻ്റെ വാഹനം ഇതേ സ്റ്റൈലിങ്ങിൽ വന്നിരുന്നു. അതിന് മുമ്പൊക്കെ BMW X6 പോലുള്ള വാഹനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും ആധുനികമായ കാലത്ത് ഈ 2 കമ്പനികളാണ് ഇപ്പോൾ SUV കൂപ്പെ കൊണ്ടുവന്നിരിക്കുന്നത്. മാത്രമല്ല ജനങ്ങൾക്ക് പ്രാപ്യമായ ഒരു SUV കൂപ്പെ ഇപ്പോഴാണ് വന്നതെന്നാണ് പറയേണ്ടത്. ഇത്രയും കാലം വളരെ വില കൂടിയ വാഹനങ്ങളിൽ മാത്രമായിരുന്നു ഈ ഒരു സ്റ്റൈലിങ് കണ്ടിരുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഇതിൻ്റെ EV ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നു. EVയിൽ നിന്ന് എന്താണ് വ്യത്യാസം എന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം EV ഒന്ന് വളരെ വിശദമായിട്ട് തന്നെയായിരുന്നു നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്. EVകളുടെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ കാണുന്നത് മുൻഭാഗം അങ്ങനെ അടച്ചു വെച്ച രീതിയാണ്. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ എയർ കയറേണ്ട കാര്യമൊന്നുമില്ല, റേഡിയേറ്ററൊന്നും ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും അടച്ചു വെച്ച മുൻഭാഗമായിരിക്കും. പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല കൊടുത്തിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയേണ്ടത്. ഈ ഭാഗത്തൊക്കെ സാധാരണ പെട്രോൾ വാഹനങ്ങളുടെയൊക്കെ പോലെ തന്നെ അല്ലെങ്കിൽ ഡീസൽ വാഹനങ്ങളുടെ പോലെ തന്നെയുള്ള ഗ്രില്ലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ എങ്കിലും ആ ഗ്രില്ലിന് പോലും വളരെ ആധുനികമായൊരു മുഖമുണ്ട്. ഇവിടെയൊക്കെ ഇത്ര ഇൻസേർട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് ഭംഗിയായിട്ടുണ്ട്. ഫുൾ പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് ഈ ഒരു ഭാഗത്തൊക്കെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും പുതിയ വാഹനങ്ങൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ആ ഒരു നീണ്ട LED സ്ട്രിപ്പാണ് നമ്മളിത് കാണുന്നത്. അതിൻ്റെ സൈഡിൽ അത് ഇൻഡിക്കേറ്ററായിട്ടും സീക്വൻഷ്യൽ ടൈപ്പ് ഇൻഡിക്കേറ്ററായിട്ടും അത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ സൈഡിലുള്ള ഈ എലമെൻസൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ ടാറ്റയുടെ ഏറ്റവും പുതിയ വാഹനങ്ങളെല്ലാം നമ്മൾ കാണുന്നത് ബമ്പറിലേക്ക് ഹെഡ് ലാമ്പ് ഇറങ്ങി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇവിടെയും കാണുന്നത്. ആ ഒരു LED ഹെഡ് ലാമ്പ് ഇവിടെ കാണാം. താഴെയായിട്ട് ഫോഗ് ലാമ്പിൻ്റെ സ്ലോട്ടാണ് ആ കാണുന്നത്. പിന്നെ താഴെ എയർ കർട്ടനൊക്കെയാണ്. സൈഡിൽ കൂടി കാറ്റ് കയറി ഇറങ്ങിപ്പോകുന്ന ഒരു രീതിയാണിതിൽ. ഇപ്പോൾ EVയുടെ കാര്യത്തിൽ കർവ് എന്ന് പറയുന്നത് ടാറ്റയുടെ ഏതൊരു മറ്റൊരു വാഹനവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 20% കൂടുതൽ എയറോഡൈനാമിക് ആണെന്നാണ് കമ്പനി പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ അവകാശവാദങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇതും വളരെ എയറോഡൈനാമിക് ആണെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ വ്യക്തമാകും. താഴേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ ഒരു
എയർ ഡാമിന് തൊട്ട് മുകളിലായിട്ട് ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും എയർ ഡാമിൻ്റെ ഭാഗത്തും ഈ ഒരു ഗ്രില്ലിൽ കാണുന്ന പോലെയുള്ള എലമെൻറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ എവിടെ നോക്കിയാലും ക്യാമറയാണ് ഈ കാണുന്നത്. ക്യാമറയും സെൻസറുകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. കാരണം 20+ ADAS ലെവൽ 2 ഫീച്ചേഴ്സാണ് ഈ വാഹനത്തിലുള്ളത്. അതെല്ലാം പല സ്ഥലങ്ങളിൽ ക്യാമറയായിട്ടും സെൻസറുകളായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അത്ര വലിയ ഒരു ബോണറ്റ് എന്ന് പറയാനാവില്ല. വലിപ്പം വെച്ച് നോക്കുകയാണെങ്കിൽ, മൊത്തത്തിൽ വാഹനത്തിൻ്റെ വലിപ്പം വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും അതിൻ്റെ സൈഡിലൊക്കെ ഇത്തരത്തിലുള്ള ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളും മറ്റും കൊടുത്ത് വളരെ എന്താ പറയുക പവർഫുൾ വാഹനം എന്നുള്ളൊരു തോന്നൽ ജനിപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ആണെങ്കിലും സൈഡ് പ്രൊഫൈൽ നമുക്ക് കാണാൻ സാധിക്കും. തള്ളി നിൽക്കുന്ന കട്ടുകളും ക്രീസുകളും ഒക്കെ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ മുൻഭാഗം രസകരമായിട്ടുണ്ട്. ഏതായാലും ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പാണ്. അതുപോലെ തന്നെ റെയിൻ സെൻസിങ് വൈപ്പേഴ്സാണ്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ടോപ്പ് എൻഡ് മോഡലിൽ യാതൊരു വിശക്കുമില്ലാതെ കൊടുത്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുക ഈ ഒരു അലോയ് വീലാണ്. ഇതിന് പൂവിതൾ പോലെയുള്ള ഡിസൈൻ എന്നാണ് കമ്പനി പറയുന്നത്. ശരിയാണ്, കണ്ടില്ലേ, ഒരു പൂ വിരിയുന്ന പോലെ അങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ്. ബ്ലാക്ക് ഫിനിഷും അതുപോലെ തന്നെ സ്റ്റീൽ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. 18 ഇഞ്ച് വീലാണ് ടോപ്പ് എൻഡ് മോഡലിൽ കാണുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ക്ലാഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പലപ്പോഴും മിക്ക വാഹനങ്ങളിലും ക്ലാഡിംഗ് എന്ന് പറയുന്നത് ഫൈബറിലാണ് കൊടുക്കാറുള്ളത്. ഫൈബറിൽ കൊടുക്കുമ്പോൾ അത് കുഴപ്പമെന്ന് വെച്ചാൽ കുറച്ച് കാലം കഴിയുമ്പോൾ അത് നരച്ചു തുടങ്ങും. അത് ഭയങ്കര വൃത്തികേടാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഗ്ലോസി ഫിനിഷാണെങ്കിൽ ഒരിക്കലും നരക്കില്ല എന്നുള്ളതുകൊണ്ട് ഭംഗിയായിട്ട് നിലനിർത്താൻ സാധിക്കും. സൈഡ് വ്യൂ മിറേഴ്സിന് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയും താഴെയായിട്ട് നമുക്ക് ക്യാമറയൊക്കെ കാണാം. സൈഡ് വ്യൂ മിറേഴ്സിൽ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. കേവ് എന്നുള്ള വാഡ്ജിങ് ഇവിടെ കാണാം. curve.ev എന്നായിരുന്നു നമ്മൾ മറ്റ് അതിൻ്റെ ഇലക്ട്രിക് മോഡലിൽ കണ്ടിരുന്നെങ്കിൽ അതെടുത്ത് കളഞ്ഞിട്ട് കേവ് മാത്രമേ നിലനിൽക്കുന്നു. ഇവിടെയാണെങ്കിൽ ഫ്ലഷ് ടൈപ്പ് ഡോർ ഹാൻഡിലാണ്. അതായത് വളരെ എളുപ്പമാണ് തുറക്കാൻ. ഇങ്ങനെ പിടിച്ചങ്ങോട്ട് തുറന്നാൽ മതി. തന്നെയല്ല ഇതിൽ ഈ ലൈറ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ രാത്രിയിൽ ഡോർ ഹാൻഡിൽ തപ്പി ഡോർ ഹാൻഡിൽ എവിടെ എന്ന് തപ്പി നടക്കേണ്ട കാര്യമില്ല. ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ടും ആ ക്ലാഡിങ് വീതി കൂടി അങ്ങനെ തുടരുകയാണ്. അത് വാഹനത്തിൻ്റെ ആ ഒരു സ്റ്റാൻസ് എന്ന് പറയുന്ന ഹൈറ്റ് ഉള്ളതാക്കി മാറ്റുന്നുണ്ട് കാഴ്ചയിൽ. അല്ലെങ്കിൽ തന്നെ മോശമല്ല. 190 മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ ഒട്ടും മോശമല്ല. ഇന്ത്യൻ റോഡുകൾക്ക് പറ്റും. ഈ സൈഡിൽ കാണുന്ന ഈ ഒരു സ്റ്റീൽ ഫിനിഷുള്ള ഭാഗത്തിന് പകരം ഇവിടെയൊക്കെ എന്ത് ഫിനിഷായിരുന്നു, വൈറ്റ് ഫിനിഷായിരുന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വിയുടെ കാര്യത്തിൽ ഇവിടെ സ്റ്റീൽ ഫിനിഷാക്കി മാറ്റിയിട്ടുണ്ട് ഈ ഒരു വിൻഡോ ലൈനിൽ ഉടനീളം. ഇവിടെ എത്തുമ്പോഴാണ് കാര്യങ്ങളാകെ മാറുന്നത്. ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞിറങ്ങിയാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു വളരെ വലിയ ഒരു ബൃഹത്തായ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. ഹെവി ആയിട്ട് തോന്നുന്ന രീതിയിലൊരു പിൻഭാഗത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അതുപോലെ തന്നെ ആ ക്ലാഡിങ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ വീലാർച്ച വഴി താഴേക്ക് പോരുന്നുമുണ്ട്. ഇവിടെയും ഈ ഒരു ബ്ലാക്ക് ഫിനിഷിൻ്റെ ഭംഗി തീർച്ചയായിട്ടും ഉണ്ട്. റെഡും ബ്ലാക്കും കൂടെ ചേരുമ്പോൾ ആ ഒരു ഭംഗിയുണ്ടല്ലോ, എൻ്റെ സാറേ നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യമാണ് ആ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ പോലുള്ളൊരു ഭാഗം. അതിൻ്റെ ആ ഒരു കട്ടൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഷാർഫിന് ആൻറ്റിനെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കൂപ്പേ ഡിസൈൻ്റെ മറ്റൊരു പ്രത്യേകത ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നതെന്ന് പറയാവുന്ന വിൻഷീൽഡാണ്. അത് നമുക്കിവിടെ കാണാം. ഇവിടെ നീണ്ട LED സ്ട്രിപ്പ് തന്നെയാണ് കാണുന്നത്. അതിലും മനോഹരമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. പിന്നെ ടാറ്റയുടെ ലോഗോ ഇവിടെ കാണാം. അതിൻ്റെ താഴെ ക്യാമറ കൊടുത്തിരിക്കുന്നു. കേവ് എന്നുള്ള ബാഡ്ജിങ് നീട്ടിപ്പരത്തി അവിടെയും കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം അതും പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്, ഭംഗിയായിട്ടുണ്ട്. ഇവിടെ വളരെ ഉയർന്നു നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സ്റ്റീൽ ഫിനിഷുള്ള ഭാഗം കൊടുത്തിരിക്കുന്നത്. എന്തായാലും പിൻഭാഗത്ത് നോക്കുമ്പോഴാണ് ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതൽ വ്യക്തമാകുന്നത്. അത്യാവശ്യം ഓഫ് റോഡ് പോകാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ഈ ഭാഗത്തൊക്കെയുള്ള ഹൈറ്റ് കാണുമ്പോൾ മനസ്സിലാകും. അതുപോലെ ഇവിടെ റിവേഴ്സ് ലൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. മുൻഭാഗത്ത് എവിടെയാണോ ഹെഡ് ലാമ്പ് കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് അതേ പൊസിഷനാണ് എന്നാണ് പറയേണ്ടത്. പിന്നെ ഇത് നമുക്ക് ഇലക്ട്രിക്കലിയാണ് ഓപ്പൺ ചെയ്യാവുന്നത്. ഈ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്ന സംഭവം. കൂടാതെ ഗസ്റ്റർ കൺട്രോൾ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ കയ്യിൽ കീ ഉണ്ടെങ്കിൽ താഴെ കാലോടിച്ചാൽ അത് തുറന്നു വരും. കീ അകത്തായതുകൊണ്ട് ഞാനിപ്പോൾ അത് എടുത്തിട്ടില്ല. എന്തായാലും നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഓപ്പൺ സിസേം ഓപ്പൺ. ഇതാ 500 ലിറ്റേഴ്സിൻ്റെ ബൃഹത്തായ ഒരു ബൂട്ട് സ്പേസാണ് നമ്മൾ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഇത്രയും ബൂട്ട് സ്പേസ് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും ബൂട്ട് സ്പേസ് ഞാൻ എൻ്റെ ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇത്രയും കാണാൻ ബുദ്ധിമുട്ടാണ്. തന്നെയല്ല ഇതിൻ്റെ താഴെ ഒരു ഫുൾ സൈസ് സ്റ്റെപ്പിനി അല്ലെങ്കിൽ സ്പെയർ ടയറും കൊടുത്തിട്ടുണ്ട്. ഇതാ അതിൽ അലോയ് വീലല്ല എന്ന് മാത്രമേ ഉള്ളൂ, സ്റ്റീൽ വീലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ സാധനങ്ങളൊക്കെ തൂക്കിയിടാവുന്ന ഹുക്കുകളും മറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ JBLൻ്റെ സ്പീക്കർ, വൂഫർ, അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. 9 സ്പീക്കറാണ് ഈ JBL. 350 വാട്ടിൻ്റെ എന്താ പറയുക സബ് വൂഫർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് തകർപ്പൻ മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നല്ലൊരു പാഴ്സൽ ട്രെയും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണും, വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു വാഹനമാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ആയാലും ബൂട്ട് സ്പേസ് ആയാലും എല്ലാം തന്നെ ഇഷ്ടം പോലെയാണ് കൊടുത്തിരിക്കുന്നത്. 10 ലക്ഷം രൂപയ്ക്ക് വേരിയൻ്റ് ആരംഭിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ എത്രത്തോളം എന്താ പറയുന്നത് ചീപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, ചീപ്പായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വലിയ വാഹനമാണെന്നുള്ള കാര്യവും വ്യക്തമാണ്. എന്തായാലും ഈ ഒരു സെഗ്മെൻറ്റിനെ മൊത്തത്തിൽ ഒന്ന് ഇളക്കി മറിക്കാൻ തന്നെയാണ് ടാറ്റയുടെ തീരുമാനം തോന്നുന്നു.
തീർച്ചയായിട്ടും സ്വാഗതാർഹമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് വേറൊരു കാര്യം കൊണ്ട് കേട്ടോ, ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ഇതിങ്ങനെ അടച്ച് വരുമ്പോഴാണ് ഒരാൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ തന്നെ നമ്മളിന്ന് ലോങ് പ്രസ് ചെയ്താൽ അതവിടെ നിന്നു, വീണ്ടും ഞെക്കുന്നു, വരൂ, വീണ്ടും നിന്നു. അങ്ങനെ എത്ര വേണമെങ്കിലും ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. താഴ്ത്തുന്ന വഴിക്ക് തലയ്ക്ക് അടി കൊണ്ട് ചാകില്ല എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇനി ഇൻറ്റീരിയറിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എത്ര മനോഹരമായ പ്രകൃതിയാണെന്നുള്ള കാര്യം നിങ്ങളുടെ ഇടയ്ക്ക് കാണിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ കൊങ്കൺ ബെൽറ്റ് എന്ന് പറയുന്ന ഇവിടെ നമ്മുടെ ഈ സഹ്യപർവ്വതത്തിൻ്റെ വേറൊരു രൂപമാണ് കാണാൻ പറ്റുന്നത്. പച്ചപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പച്ചപ്പാണ്. തന്നെയല്ല ഈ നല്ല മലനിരകളൊക്കെ അധികം ചെങ്കല്ലാണ്. ചെങ്കല്ലിൽ ഇങ്ങനെ പായൽ പിടിച്ച് പോലൊരു പച്ചപ്പ് വരും. ഒരു രക്ഷയില്ലാത്ത ഭംഗിയുള്ള സ്ഥലമാണ്. ഗോവയ്ക്ക് എല്ലാ സീസണിലും ഒരു ഭംഗിയുണ്ട്. അത് മഴക്കാലത്ത് കൂടുതൽ ഭംഗിയുണ്ട്. പക്ഷേ മഴക്കാലത്ത് കടൽ അധികം ആസ്വദിക്കാൻ പറ്റില്ല എന്നുള്ളൂ. പക്ഷേ ഗോവയുടെ മലനിരകളും ഗോവയുടെയും കർണാടകത്തിൻ്റെ ഇടയ്ക്കുള്ള ചില മലനിരകളും എന്നൊക്കെ പറയുന്നത് മഴക്കാലത്ത് ആസ്വദിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് വേറൊരു ട്രാവൽ വീഡിയോയിൽ പറയാവുന്ന കാര്യങ്ങളാണെന്ന് തോന്നുന്നു. എന്തായാലും ഇന്ത്യയിലേക്ക് പ്രവേശിക്കാം. മിസ്റ്റർ ശ്യാം. ടാറ്റ കർവ് ടാറ്റയുടെ ഒരു ഗർവ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഗർവ് എന്ന് പറഞ്ഞാൽ പ്രൈഡ് എന്നാണ്. തീർച്ചയായിട്ടും ടാറ്റയ്ക്ക് അഭിമാനിക്കാവുന്നൊരു വാഹനമാണിത്. ഉത്ഭവമൊക്കെ ആണെങ്കിലും ക്ലാസിക് ആയിട്ടുണ്ട്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. ഇപ്പോൾ ഇതിൻ്റെ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ പല വേരിയൻസിന് പല ഇൻറ്റീരിയർ നിറങ്ങളാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് രസകരമായ കാര്യമാണ്. ഇപ്പോൾ ഇത് ടോപ്പ് എൻഡ് മോഡലാകുമ്പോൾ ഇതിൽ ഈ ഒരു റെഡ് നിറമാണ് വരുന്നത്. ഇത് വളരെ പ്രീമിയമായിട്ട് അറിയപ്പെടുന്ന ഒരു നിറമാണ്. കാരണം വളരെ വില കൂടിയ ഇപ്പോൾ നമ്മൾ ലംബോർഗിനി പോലുള്ള വാഹനങ്ങളുടെയൊക്കെ ചില മോഡലുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു റെഡ് നിറമാണ്. അപ്പോൾ അത് പ്രീമിയം നിറമായതുകൊണ്ടാണ് ഇതിന് റെഡ് നിലനിർത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ റെഡും ബ്ലാക്കും സ്റ്റീൽ ഫിനിഷും അലൂമിനിയം ഫിനിഷും അങ്ങനെ പല കാര്യങ്ങളാണ് ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. റൂഫൊക്കെ പക്ഷേ ബീജ് ഫിനിഷ് തന്നെ കൊടുത്തിട്ടുമുണ്ട്. ഇപ്പോൾ അതും വ്യത്യസ്തതയാണ്. ഇപ്പോൾ EVയുടെ കാര്യത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നിറങ്ങളെല്ലാം മാറിയിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ. എന്നാൽ നമുക്ക് സീറ്റിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. സീറ്റ് വെൻറ്റിലേറ്റഡ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്വിച്ച് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു പാസഞ്ചർ സീറ്റ് നമുക്ക് 4 വേ മാനുവലി അഡ്ജസ്റ്റബിൾ ആണ്. ഹൈറ്റ് ഉൾപ്പെട്ടുള്ള കാര്യങ്ങൾ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ ഡ്രൈവർ സീറ്റ് എന്ന് പറയുന്നത് 6 വേ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളതാണ്. അതായത് സ്ലാൻഡ് ചെയ്യുന്ന കാര്യമായാലും ഹൈറ്റ് ആയാലും എല്ലാം തന്നെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിന് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല. എന്തായാലും വളരെ കംഫർട്ടബിളാണ്. നല്ല നടുവൊക്കെ ചേർന്നിരിക്കുന്ന രീതിയിൽ ബോൾസൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. തന്നെയല്ല അതിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ഡിസൈൻ പോലും വളരെ ഭംഗി എന്ന് തന്നെയാണ് പറയേണ്ടത്. പനോരമയ്ക്കായുള്ള സൺറൂഫാണ് കൊടുത്തിരിക്കുന്നത്. അതും ടോപ്പ് എൻഡ് മോഡലിൻ്റെ പ്രത്യേകതയായിട്ട് പറയാം. അത് പിൻഭാഗം വരെ നീളുന്നുമുണ്ട്. ഇവിടെ ഒരു 10.5 ഇഞ്ചിൻ്റെ വലിയൊരു സ്ക്രീനാണ് നമ്മൾ ഉയർന്നു നിൽക്കുന്നത് കാണുന്നത്. ഒരു 10 ഇഞ്ചിൻ്റെ സ്ക്രീൻ നമുക്കിവിടെ ഈ ഒരു മീറ്റർ കൺസോളിൻ്റെ ഭാഗത്തും കാണാം. അപ്പം സാധാരണ ഇപ്പോൾ പുതിയ കിയയിലോ അല്ലെങ്കിൽ ഹ്യുണ്ടായിലോ കാണുന്നത് ഇത് രണ്ടുകൂടെ ഒറ്റ സ്ക്രീനാക്കി മാറ്റിയിട്ടില്ല എന്നേ ഉള്ളൂ. അത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നു. അതും ഒരു രസമുള്ള കാര്യം തന്നെയാണ്. എന്തായാലും കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒരു കണക്ടിവിറ്റി ഫീച്ചേഴ്സും ഇല്ലെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഹേയ് ടാറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് വോയിസ് കമാൻഡുകളെല്ലാം പറയാം. സൺറൂഫ് കോലോ വേണമെങ്കിൽ, അല്ലെങ്കിൽ സൺറൂഫ് ഓപ്പൺ ദ സൺറൂഫ് എന്ന് എന്ത് വേണമെങ്കിലും പറയാം. ഇംഗ്ലീഷും ഹിന്ദിയും തമിഴടക്കമുള്ള ഭാഷകളെല്ലാം ഇതിലിരിക്കുന്ന പെൺകൊച്ചിന് മനസ്സിലാകും. അപാര പണ്ഡിതയാണ്, പല ഭാഷകൾ അറിയാവുന്നൊരു പണ്ഡിതയാണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് 360 ഡിഗ്രി ക്യാമറ ഉള്ള കാര്യങ്ങൾ. അതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഞാനും ശ്യാമും രാവിലെ ഞെട്ടിപ്പോയി. ഇത്ര റെസൊല്യൂഷനുള്ള ഒരു സ്ക്രീനും ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈ ചെറിയ പ്രായത്തിനിടയിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് പറയാം. 360 ഡിഗ്രി സാധനങ്ങളുണ്ട്. കൂടാതെ ഇതിൻ്റെ റെസൊല്യൂഷനും ഷാർപ്നെസ്സും എല്ലാം അമേസിങ് ആണെന്നാണ് പറയേണ്ടത്. പലതരത്തിലുള്ള ആംഗിളുകൾ കാണാം, കണ്ടോ, എല്ലാം രസമുണ്ട് കേട്ടോ. അത്തരം കാര്യങ്ങളൊക്കെ ടാറ്റ ഞെട്ടിക്കുകയാണ്. ഇവിടെ ഒരു പട്ടി കിടന്നുകൊണ്ട് ഉരുണ്ട് മറിയുന്നുണ്ട്, അതാണ് അവിടെ കാണുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് മറ്റേ അങ്ങനെ പറയണമെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. കാരണം അത്രത്തോളം ഫീച്ചേഴ്സ് ഉണ്ട്. ടാറ്റയുടെ IRA എന്ന് പറയുന്ന ആ ഒരു കണക്ടിവിറ്റി ഫീച്ചേഴ്സ് പൂർണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, ആമസോൺ അലക്സ, ക്ലൈമറ്റ് കൺട്രോൾ, മൂഡ് ലൈറ്റ്, ഫോണ്, മീഡിയ എല്ലാ ഐറ്റംസും ഉണ്ട്. ഷെയർ മൈ ലൊക്കേഷനൊക്കെയാണ് താഴെ കണ്ടത്. സൗണ്ട് ഡെമോ എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. അതായത് ആംബിയൻ ലൈറ്റിംഗ് ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്തപ്പോൾ അതിനകത്ത് ഞാൻ കാണിച്ചിരുന്നു. എല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വേണ്ട കുറേ ഇൻഫർമേഷൻ നമുക്കിതിൽ ഈ ഒരു സ്ക്രീനിലും കാണാൻ സാധിക്കുന്നത്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം.
ഇവിടെ നമ്മൾ EVയിൽ കണ്ടതുപോലെ തന്നെയുള്ളൊരു പാനലാണ് കാണുന്നത്. അതിലാകെ 2 സ്വിച്ചുകളേ ഉള്ളൂ, ബാക്കിയെല്ലാം ടച്ച് സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതാണ് കേട്ടോ കീ എന്ന് പറയുന്ന സംഭവം. വലിയ സംഭവമൊന്നുമില്ല, സാധാ മറ്റൊരു കീ ആണ്. ഇവിടെ 2 ചാർജിങ് പോയിന്റുകളുണ്ട്. കൂടാതെ 12 വോൾട്ടിൻ്റെ ഒരു വലിയ ചാർജിങ് പോയിൻറ്റും പിന്നെ C ടൈപ്പ് ചാർജർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ EVയിൽ കണ്ട അതേ ഡ്രൈവ് സെലക്ടർ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനുള്ള മോഡലിലും കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, അതുപോലെ തന്നെ ഓട്ടോ ഹോൾഡ്. ഇവിടെ 3 മോഡുകൾ, ഡ്രൈവ് മോഡുകൾ, സിറ്റി, ഇക്കോ, സ്പോർട്ട്. ഇതും നമ്മൾ EVയിൽ കണ്ടത് തന്നെയാണ്, അതിവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പാഡ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു ആംബ്രസ്റ്റിന് താഴെയായിട്ടും കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആകെ മിസ്സായിരിക്കുന്നത് കപ്പ് ഹോൾഡേഴ്സാണ്. കപ്പ് ഹോൾഡേഴ്സ് എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് അറിഞ്ഞുകൂടാ. ഈ ഡോർ പാഡിൽ വലിയ തരക്കേടില്ലാത്ത സ്ഥലം ഉള്ളതുകൊണ്ടായിരിക്കാം ബോട്ടിലും മറ്റും വയ്ക്കാൻ. അതിൽ കപ്പോടെ വയ്ക്കാൻ പറ്റില്ല എന്നുള്ള മറ്റൊരു കാര്യം. എന്തുകൊണ്ടോ കപ്പ് ഹോൾഡേഴ്സ് ഒഴിവാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ പറയില്ല, JBLൻ്റെ മ്യൂസിക് സിസ്റ്റം 9 സ്പീക്കറാണ്. അതുകൊണ്ട് തന്നെ ഡോർ പാഡിലൊക്കെ അതിൻ്റെ ട്വീറ്ററും അതുപോലെ സ്പീക്കറും എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരു ക്ഷാമവുമില്ല. അതാ മുൻഭാഗത്തൊക്കെ നോക്കുക, ഇഷ്ടം പോലെ. നെക്സോണിനേക്കാളും 62 മില്ലിമീറ്റർ വീൽ ബേസ് ഉള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും കുറവില്ല. ഇവിടെയൊക്കെ സാധനങ്ങളൊക്കെ തൂക്കിയിടാവുന്ന ഹുക്കൊക്കെ കൊടുത്തിരിക്കുന്നു. ഈ സൈഡിലൊക്കെയുള്ള നിർമ്മാണ നിലവാരം എന്ന് പറയുന്നത് ഗംഭീരമാണ്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ നിർമ്മാണ നിലവാരം അടിപൊളിയാണ് കേട്ടോ. അതുപോലെ ചിൽഡ് ഗ്ലോ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാ അതിലും ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഭംഗിയായി തന്നെ കൊടുത്തിരിക്കുന്നു, പിശുക്ക് കാണിക്കാതെ. പിന്നെ നെക്സോണിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന പോലെ തന്നെയുള്ള AC വെൻറ്റുകളാണ്, അതും ഭംഗിയായി കൊടുത്തു. എനിക്ക് പക്ഷേ ഈ ഒരു ടെക്സ്ചറും ഈ ഒരു നിറം ഇവിടെ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ മറ്റേതെങ്കിലും ഒരു ഭംഗിയുള്ള നിറമൊക്കെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എനിക്ക് തോന്നി. എൻ്റെ മാത്രം തോന്നലായി കണക്കാക്കിയാൽ മതി അത്. സ്റ്റിയറിംഗ് വീലിൻ്റെ കാര്യത്തിൽ ടാറ്റയുടെ ഏറ്റവും പുതിയ വാഹനങ്ങളെല്ലാം കാണുന്ന രീതി തന്നെയാണ്. ഫ്ലാറ്റ് ബോർഡ് സ്റ്റിയറിംഗ് വീലാണ്. ഇവിടെ ഈ ഒരു ഡിജിറ്റൽ സ്ക്രീനൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും ക്രൂയിസ് കൺട്രോളിൻ്റെയും അതുപോലെ വോളിയം കൺട്രോളിൻ്റെയൊക്കെ സ്വിച്ചുകൾ കാണാം. ഇവിടെ സാമാന്യം വലിയ സ്ക്രീൻ, 10 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കാണുന്നത്. അതിൽ ഇപ്പോൾ ഇത് സ്പോർട്ട് മോഡിലാണ് കിടക്കുന്നത്. ആ സ്പോർട്ട് മോഡ് എന്നുള്ള കാണുന്നു. കൂടാതെ ട്രിപ്പ് ഇൻഫോ കാണുന്നു. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നിങ്ങൾ കാണുന്നത് ആവറേജ് ഫ്യൂവൽ കൺസംഷൻ 14.5 നമുക്കിപ്പോൾ ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഡീസൽ വാഹനമാണ്, 7 സ്പീഡാണ്. കുറച്ചുകൂടെ കിട്ടാമായിരുന്നു, പക്ഷേ നമ്മൾ നല്ല സ്പീഡിലാണ് വന്നത്. രാവിലെ ഈ മഴയൊക്കെ ആയതുകൊണ്ട് അതിന് മുമ്പ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഒരു 17 വരെയൊക്കെ സാധാരണഗതിയിൽ കിട്ടേണ്ടതാണ്. അത് മോശമല്ല, കാരണം ഡീസൽ വാഹനങ്ങളുടെ കാര്യത്തിൽ മൈലേജ് എപ്പോഴും കൂടുതൽ കിട്ടാറുള്ളതാണ്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വിൻഡോ സ്വിച്ചുകളൊക്കെ കാണാം. മറ്റൊരു കാര്യമുള്ളത് ഈ ഭാഗത്തായിട്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ ബസാൾട്ട് വന്നപ്പോൾ ബസാൾട്ട് ഇല്ലാത്തൊരു കാര്യവും അതുതന്നെയാണ്, കൂപ്പേ ഡിസൈൻ ആണെങ്കിൽ പോലും. എന്തായാലും വളരെ ഹെവി ആയിട്ടുള്ള പിൻഭാഗമാണെങ്കിലും മുൻഭാഗം അത്ര വലിയ ഹെവി അല്ല എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാകും. നല്ല വിസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ് ഏരിയയും വളരെ വിശാലമാണ്. അപ്പോൾ ഈ 190 മില്ലിമീറ്റർ ഗ്രൗണ്ട് ലെവൽസ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഹൈറ്റ് തന്നെയാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അങ്ങനെ പ്രവേശിക്കുകയാണിപ്പോൾ. അപ്പോൾ ഈ സീറ്റിൻ്റെ പ്രത്യേകത മുൻഭാഗത്തെ സീറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. വളരെ നല്ല കുഷ്യനിങ് ആണ്. അതായത് ഇവിടെ ഈ അല്പം ഉയർന്നു നിൽക്കുന്ന ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അത് തൈ സപ്പോർട്ട് നന്നായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. അത് നല്ല സുഖമായിട്ടുണ്ട്. 3 പേർക്കാണ് ഇരിക്കാവുന്നത്. നടുവിലൊരു അല്പം ഉയർന്ന സെൻട്രൽ കൺസോളാണ്, എങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിരിക്കാവുന്നേ ഉള്ളൂ. അത്രയ്ക്ക് വലിയ ഹൈറ്റ് ഇല്ല. പക്ഷേ 2 പേര് ഇരിക്കാനേ കമ്പനി ഉദ്ദേശിച്ചുള്ളൂ എന്ന് തോന്നുന്നു. കാരണം ഹെഡ് റെസ്റ്റ് 2 പേർക്കുള്ളതേ കൊടുത്തിട്ടുള്ളൂ. അതെന്താണെന്ന് അറിയില്ല. ഇതാ അതുകൊണ്ട് തന്നെ വലിയൊരു ആംബ്രസ്റ്റ് കൊടുത്തിരിക്കുന്നു. അതിൽ 2 കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ സീറ്റിൻ്റെ പിൻഭാഗം ഒരല്പം ഒന്ന് സ്ലാൻഡാനുള്ള സൗകര്യമുണ്ട്. ഇതാ കുറച്ച് വളരെ ചെറിയ ഒന്ന് ചരിച്ച് വയ്ക്കാം. അതിനുള്ള സ്വിച്ച് നമുക്ക് ഈ ഭാഗത്ത് കാണാം. തന്നെയല്ല പൂർണ്ണമായിട്ട് ഇത് ഫോൾഡ് ചെയ്യാനും സാധിക്കും. അങ്ങനെ വേണമെങ്കിൽ വീണ്ടും ബൂട്ട് സ്പേസ് വർദ്ധിപ്പിക്കുകയും ചെയ്യാം. പിന്നെ ഉള്ളത് 3 പേർക്കുള്ള സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിലും അതും വിചിത്രമായൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. പിൻഭാഗത്ത് AC വെൻറ്റ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ 2 ചാർജിങ് പോയിൻറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഡ്രൈവർ സീറ്റ് ഏറ്റവും മുന്നിലേക്ക് ഞാൻ കയറ്റിയിട്ടിരിക്കുമ്പോൾ ലാവിഷായിട്ടിരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ അറിയാമല്ലോ, ഇത്രയൊന്നും കയറ്റിയിട്ടാരും ഇരിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും ലാവിഷായിട്ട് സ്പേസ് പ്രതീക്ഷിക്കുകയും വേണ്ട. ഇത് ഏറ്റവും പിന്നിലേക്കാണ് നീക്കിയിട്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ലെഗ് സ്പേസ് കുറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ നിങ്ങളുടെയൊക്കെ ആശങ്ക എന്തായിരിക്കും വെച്ചാൽ ചെരിഞ്ഞ് ഇറങ്ങുന്ന ഓഫ്ലൈൻ കാരണം തല മുട്ടുമ്പോൾ പിൻഭാഗത്തിരിക്കുമ്പോൾ ഹെഡ് സ്പേസ് കുറയുമെന്നാണ്. പക്ഷേ ഒട്ടും പേടിക്കേണ്ടതില്ല. ഇപ്പം എൻ്റെ അത്രയും ഹൈറ്റുള്ള ഇരുന്നിട്ട് ഇനി ഇത്രയും സ്ഥലം ബാക്കിയുണ്ടെന്ന് മാത്രമല്ല, ഇവിടെ ഇങ്ങനെ കർവുണ്ട് കർവിന്. അപ്പോൾ അതുകൊണ്ട് തല ഇങ്ങനെ ഉൾഭാഗത്തേക്ക് കടന്നങ്ങ് ഇരുന്നോളും. അങ്ങനെ തല തട്ടുന്ന പ്രശ്നമൊന്നും ഉദിക്കുന്നില്ല. ഡോർ പാഡിലേക്ക് പോകുമ്പോൾ JBLൻ്റെ ആ ഒരു 9 സ്പീക്കറുള്ള ഒരു സ്പീക്കറും ഒരു ട്യൂട്ടറും ഒക്കെ ഇവിടെ കാണാം. പിന്നെ ബോട്ടിൽ വയ്ക്കാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ആ ഡോർ പാഡിലൊക്കെ നോക്കുമ്പോൾ തന്നെ കാണാം ഒരു നിർമ്മാണ നിലവാരം എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം. അത് ശരിക്കും പറഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സിന് സമ്മതിക്കേണ്ട രീതിയിലേക്ക് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ വളരെ മുന്നിലാണെന്ന് അറിയാമല്ലോ. അതോടൊപ്പം തന്നെ നിർമ്മാണ നിലവാരം ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഇൻറ്റീരിയറിൻ്റെ പോലും നന്നായി വരുന്നത് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്.
അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്താ ഇല്ലാത്തത്? എല്ലാ കാര്യങ്ങളും ഉണ്ട്. കണക്ടിവിറ്റി ഫീച്ചേഴ്സിന് അത് ഇഷ്ടം പോലെയുണ്ട്. അഡാസ് ഫീച്ചേഴ്സ് ഉണ്ട്, ഇൻറ്റീരിയർ സ്പേസ് ഉണ്ട്, ഇപ്പോൾ ഇലക്ട്രിക്കൽ ഈ അഡ്ജസ്റ്റബിൾ സീറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല 360 ക്യാമറയുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരു ഓൺ റോഡ് 22 ലക്ഷം രൂപയ്ക്കൊക്കെ ആയിരിക്കും ഓൺ റോഡ് കിട്ടാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ലൊരു ബൈ ആണ്. പ്രത്യേകിച്ച് ഡീസലിൽ നിങ്ങൾ ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് വേറെ ഒരു വാഹനത്തിലും ഈ ഒരു സെഗ്മെൻറ്റിൽ പ്രതീക്ഷിക്കേണ്ടതേ ഇല്ല. അടുത്ത കാലത്ത് പോലും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളപ്പോൾ മറ്റൊരു ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലില്ല. അത് മറ്റൊരു കാര്യം. എന്തായാലും മര്യാദയ്ക്കൊരു എനിക്ക് തോന്നുന്നൊരു 60-70 ഓടിച്ചു വേണമെങ്കിൽ 20+ മൈലേജ് തരും ഈ ഒരു 7 സ്പീഡ് ഗിയർ ബോക്സുള്ള ഡീസൽ എഞ്ചിൻ എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ നമുക്ക് അത്രയൊന്നും പരീക്ഷിക്കാനുള്ള സമയമില്ല. ഇന്ന് ഉച്ച കഴിഞ്ഞ് തന്നെ നമ്മൾ ഡൽഹിയിലേക്ക് പോവുകയാണ്. അവിടെ MG വിൻസറിൻ്റെ ഡ്രൈവാണ് നാളെ. അപ്പോൾ അതുകൊണ്ട് ഇത് പെട്ടെന്ന് തിരിച്ചു കൊടുത്തിട്ട് ഓടിപ്പോകേണ്ടതുണ്ട്. എന്തായാലും ഇനി നമുക്ക് ഡ്രൈവിലേക്ക് കടക്കാം. രാവിലെ ഞാൻ കുറേ ഓടിച്ചെങ്കിൽ പോലും ഈ ഒരു വിശാലമായ റോഡിൽ ഓടിച്ച് നമുക്കൊന്ന് ആർമാതി. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഞാൻ അടുത്ത കാലത്ത് വിറ്റ എൻ്റെ ബെൻസിൻ്റെ GLA, അത് ഡീസലായിരുന്നു. അതിൽ 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ടായിരുന്നത്. അത് 190 bhp ആയിരുന്നു, 2 ലിറ്റർ എഞ്ചിനായിരുന്നു. ഇത് പക്ഷേ 1.5 ലിറ്റർ എഞ്ചിനാണ്. അതുപോലെ തന്നെ 125 bhp ആണ്. എങ്കിൽ പോലും ആ ഒരു ഡീസലും 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ചും കൂടെ ഒരുമിച്ചുള്ള ആ ഒരു സങ്കരം എന്ന് പറയുന്ന കുറേ കാലത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഒന്ന് ആസ്വദിക്കുന്നത്. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ എൻജിൻ കുറച്ച് നോയ്സിയാണ്. NVH ലെവലുകളൊക്കെ ഗംഭീരമാക്കിയിട്ടുണ്ടെന്ന് കമ്പനി പറഞ്ഞെങ്കിൽ പോലും അത്ര ഗംഭീരമായിട്ടില്ല. കുറച്ചൊക്കെ ഉള്ളിലേക്ക് സൗണ്ട് വരുന്നുണ്ട്. ആ കാര്യത്തിൽ കുറേ കൂടി ഭേദമായിട്ട് തോന്നുന്നത് ഏറ്റവും പുതിയ താറിൻ്റെ റോക്സാണ്. മഹീന്ദ്രയുടെ ഡീസൽ എഞ്ചിനുകൾ ഇപ്പോൾ അടുത്ത കാലത്ത് അങ്ങേയറ്റം സ്മൂത്ത് ആവുകയും അങ്ങേയറ്റം റിഫൈൻഡ് ആവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ടാറ്റ ആ മേഖലയിലേക്ക് കുറച്ചുകൂടി ഒന്ന് താമസിക്കുമെന്ന് തോന്നുന്നു ആ റിഫൈൻമെൻറ്റിൻ്റെ ആ ലെവലെന്ന് പറയുന്നത്. എങ്കിൽ പോലും നമ്മൾ ഒരു RPM കഴിയുമ്പോൾ ഇത് വളരെ സ്മൂത്ത് ആകുന്നുണ്ട്. പിന്നെ സൗണ്ടൊന്നും അങ്ങനെ കാര്യമായ രീതിയിൽ കേൾക്കുന്നതേ ഇല്ല. എങ്കിൽ പോലും ഞാനിങ്ങനെ ചിന്തിക്കുന്നത് ഈ ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളൊക്കെ എത്രത്തോളം സാങ്കേതികമായി മുന്നിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ള കാര്യമാണ്. ലോകത്തിലെ വമ്പൻ രാജ്യങ്ങളൊക്കെ എടുത്തു നോക്കുക. അതായത് സാമ്പത്തികമായിട്ട് വളരെ മുന്നിൽ നിൽക്കുന്ന പല രാജ്യങ്ങളും വാഹന നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ വളരെ പിന്നിലാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യ എത്രത്തോളം അത്തരം കാര്യങ്ങളിൽ മുന്നിലെത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി ഈ ഒരു വാഹനത്തെപ്പറ്റി തന്നെ പറയുകയാണെങ്കിൽ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മൈലേജിൽ കാണിക്കുന്ന 14.6 ഒക്കെ ആയിരുന്നു. ഇപ്പോൾ 11.5 ആണ് കാണിക്കുന്നത്. അതിനിടയ്ക്ക് എൻ്റെ സുഹൃത്ത് ഓടിച്ചിരുന്ന വാഹനം നോക്കിയപ്പോൾ അതിൽ കക്ഷി ഫുൾ ഇന്ന് ഓടിച്ച സ്പോർട്ട് മോഡിലാണ്. അതിൽ 11.5 കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കൊരു മിക്സ് എന്ന് പറയുന്ന ഒരു 14-15 ആയിരിക്കും ഒരു മൈലേജ്. പലതരത്തിലുള്ള റോഡുകളും പലതരത്തിലുള്ള ഡ്രൈവ് മോഡുകളിലും ഒക്കെ വരുമ്പോൾ ഉള്ളൊരു മിക്സ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 15 കിലോമീറ്റേഴ്സ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 3 തരം എഞ്ചിനാണ് നമ്മൾ പറഞ്ഞല്ലോ. ഒന്ന് 1.5 ലിറ്റർ, അത് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 1497 cc ക്രയോജെറ്റ് എഞ്ചിനാണ്. അത് ഡീസലാണ്. അത് 118 bhp, 4000 RPMലാണ് മാക്സിമം ടോർക്ക് ലഭിക്കുന്നത്. 260 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. അത് 1500-നും 2750-നും RPMനിടയിലാണ് കിട്ടുന്നത്. പിന്നെ 1.2 ലിറ്റർ റവോട്രോൺ പെട്രോൾ, 1.2 ലിറ്റർ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഹൈപ്പീരിയോൺ പെട്രോൾ, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പോക്ക്. അപ്പോൾ ആദ്യത്തെ ഇപ്പോൾ റവോട്രോൺ എന്ന് പറയുന്ന ഇപ്പോൾ നെക്സോണിലൊക്കെ കാണുന്ന ആ പെട്രോൾ എഞ്ചിന് 120 bhp ആണ്. 5500 RPMലാണ് മാക്സിമം പവർ ലഭിക്കുന്നത്.
അതിൻ്റെ ടോർക്ക് 170 ന്യൂട്ടൺ മീറ്ററാണ്. 1750-നും 4000 RPM ഇടയിലാണ് മാക്സിമം ടോർക്ക് കിട്ടുന്നത്. ഇതിനകത്ത് ഏറ്റവും രസമുള്ളൊരു എഞ്ചിൻ എന്ന് പറയുന്നത് ഈ ഒരു ഹൈപ്പീരിയോൺ എന്ന് പറയുന്ന ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടർബോ പെട്രോൾ എഞ്ചിനാണ്. അത് 125 BSP ആണ് 5000 RPM. മറ്റേ 1.2 ആയിട്ട് നോക്കുമ്പോൾ 5 BSP പവർ വ്യത്യാസം ഉള്ളെങ്കിലും ടോർക്കിൻ്റെ കാര്യത്തിലാണ് ഒരു വലിയ കുതിച്ചുചാട്ടം. 225 ന്യൂട്ടൺ മീറ്ററാണ് അത് 1750-നും 3000 RPM ഇടയ്ക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡീസൽ 7 സ്പീഡിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ശബ്ദം ഞാൻ പറയാം, അല്പം ഓഡിബിളായിട്ടുള്ള സൗണ്ട് ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്, ഗിയർ ഷിഫ്റ്റുകളെന്ന് പറയുന്നത് നിങ്ങൾ അറിയുന്നതേ ഇല്ല. ഇപ്പോൾ 0 to 100 ഒന്നും കൂടെ ഓടിച്ചു നോക്കാൻ പറ്റില്ലെങ്കിൽ പോലും മോശമല്ലാത്ത രീതിയിലുള്ള പെർഫോമൻസ് ഇത് തരുന്നുണ്ട്. തന്നെയുള്ള നല്ല മിഡ് റേഞ്ച് റെസ്പോൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ടൗണിലൊക്കെ ഓടിക്കാൻ രസകരമായിരിക്കും. നമ്മൾ തകർപ്പൻ ഹൈവേയിലൂടെയാണ് രാവിലെ ഓടിച്ചു വന്നത്. ആ സമയത്തും അങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു ഡ്രൈവബിലിറ്റിയാണ് ഇതിന് കിട്ടുന്നത്. അതൊരു എനിക്ക് തോന്നുന്നു ഒരു 5th ഗിയറൊക്കെ കഴിയുമ്പോൾ തന്നെ അത്രയും സ്മൂത്തായിട്ട് അത് മാറുന്നുമുണ്ട്. സസ്പെൻഷൻ എടുത്ത് വരേണ്ട കാര്യമാണ്. ഫ്രണ്ട് സസ്പെൻഷൻ ലോവർ വിഷ് ബോണും മക്ഫേഴ്സൺ സ്ട്രറ്റും കോയിൽ സ്പ്രിങ്ങൊക്കെയാണ്. പിൻഭാഗത്ത് സെമി ഇൻഡിപെൻഡൻ്റ് ആണ്. ട്വിസ്റ്റ് ബീമും സ്റ്റെബിലൈസർ ബാറൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കാര്യമായ രീതിയിൽ അങ്ങനെ ബോഡി റോളൊന്നും തോന്നിയിട്ടില്ല. അതുപോലെ ടോപ്പിൻ്റെ മോഡലിലേക്ക് വരുമ്പോൾ മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അഡാസ് ഫീച്ചേഴ്സിലേക്ക് പോകുകയാണെങ്കിൽ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, അതുപോലെ തന്നെ ലൈൻ ഡിപ്പാച്ചർ വാണിംഗ്, ലൈൻ കീപ്പ് അസിസ്റ്റ്, ലൈൻ ചേഞ്ച് അലേർട്ട്, അഡാപ്റ്റീവ് സ്റ്റിയറിംഗ് അസിസ്റ്റ്, ഫോർവേഡ് കൊളിഷൻ വാണിംഗ്, ഓട്ടോണമസ് എമർജൻസി ബ്രേക്കിംഗ്, അതുപോലെ തന്നെ ഹൈ ബീം അസിസ്റ്റ്, ട്രാഫിക് സൈൻ റെക്കഗ്നീഷൻ, ഓവർ സ്പീഡ് അലേർട്ട്, ക്രോസ് റോഡ് ട്രാഫിക് അലേർട്ട്, റിയർ കൊലീഷൻ വാണിംഗ്, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, ബ്ലൈൻഡ് സ്പോട്ട് വ്യൂ മോണിറ്റർ, 360 ഡിഗ്രി സറൗണ്ട് വ്യൂ ക്യാമറ സിസ്റ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 6 എയർ ബാഗുകൾ, ABS വിത്ത് EBD, അത്തരം കാര്യങ്ങളും പിന്നെ ഹിൽ ഡിസൻ കൺട്രോൾ പോലുള്ള കാര്യങ്ങളും എല്ലാം തന്നെ. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇദ്ദേഹം സമ്പൂർണ്ണ സാക്ഷരനാണെന്നാണ് പറയേണ്ടത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടുപോയത് പാഡ് ഷിഫ്റ്റേഴ്സിൻ്റെ കാര്യമാണ്. പാഡ് ഷിഫ്റ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഹരമുള്ള ഒരു ഡ്രൈവ് ഈ വാഹനം സമ്മാനിക്കുന്നുമുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളിലും നമ്മളെ എന്താ പറയുക, ഒട്ടും തന്നെ ബുദ്ധിമുട്ടിക്കാതെ കൊണ്ടു നടക്കുന്നൊരു വാഹനമാണെന്നാണ് പറയേണ്ടത്. അതായത് വോയിസ് കമാൻഡ് പോലുള്ള കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഒരു തരത്തിലും നമുക്കൊരു എഫേർട്ട് എടുക്കേണ്ടി വരുന്നില്ല. പിന്നെ അഡാസ് ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് ബ്രേക്കിംഗ് പോലും ഇല്ലെങ്കിലും കമ്പനി ചവിട്ടിക്കോളും എന്ന് പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് ഒന്നും കമ്പനി വെളിവിട്ടിട്ടില്ല. മൈലേജ് എന്നല്ല, ഈവൻ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് പോലും കമ്പനി അങ്ങനെ ബ്രോഷറുകളൊന്നും പറയുന്നില്ല. മൈലേജ് എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വാഹനത്തിനൊരു മിക്സ് എന്നൊരു 15 കിട്ടിയേക്കാം. 15 കിട്ടിയാൽ മോശമല്ല. കാരണം സിറ്റിയിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പം ഹൈവേയിൽ മാത്രമാണ് ഓടുന്നതെങ്കിൽ നമ്മൾ ഒരു സാധാരണ RPM ഒക്കെ നോക്കി ഓടിക്കുകയാണെങ്കിൽ അതിനേക്കാളൊക്കെ കൂടുതൽ മൈലേജ് കിട്ടാനുള്ള സാധ്യതയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ടാറ്റയിൽ നിന്നുള്ള മറ്റൊരു നല്ല വാഹനം എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും പുതിയ കർവിൻ്റെ പെട്രോളിനെ അല്ലെങ്കിൽ ഡീസലിനെയൊക്കെ വിളിക്കാവുന്നത്. പക്ഷേ സർവീസിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഞാനിപ്പോൾ ഇന്നലെ ഈ മോഡലിൻ്റെ ഒരു വോക്കറൗണ്ട് വീഡിയോ ഇട്ടപ്പോൾ തന്നെ എല്ലാവരും താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്ന വണ്ടിയൊക്കെ നല്ലതാണ്, പക്ഷേ സർവീസ് വളരെ മോശം എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ടാറ്റ മോട്ടോഴ്സ് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തൊക്കെ നല്ല വാഹനങ്ങൾ നിർമ്മിച്ചാലും കാര്യമൊന്നും ഉണ്ടാവില്ല, ജനങ്ങൾ അടുക്കാൻ മടിക്കും. അപ്പോൾ എന്തായാലും സർവീസ് കൂടി നന്നാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഉള്ളത് വിലയുടെ കാര്യമാണ്. വില എന്ന് പറയുന്നത് അങ്ങേയറ്റം അഗ്രസീവാണ്, അത് പറയാതിരിക്കാനാവില്ല. കാരണം 10 ലക്ഷം രൂപയിൽ ഇതിൻ്റെ വില ആരംഭിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. ഇപ്പം ടോപ്പിൻ്റെ വില പ്രഖ്യാപിച്ചില്ലെങ്കിലും 18 വരെയൊക്കെ വന്നേക്കാം. എന്ന് പറയുമ്പോഴും ഡീസൽ 7 സ്പീഡ് DCTക്ക് പോലും ആ വിലയേ ഉള്ളൂ, അതും ഇത്രയധികം അഡാസ് ഫീച്ചേഴ്സൊക്കെ ഉള്ളപ്പോൾ എന്നുള്ള ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മുടെ മലയാളത്തിലെ പല നടന്മാരെ ഞെട്ടിച്ച പോലെ ഈ വാഹനത്തിൻ്റെ വരവ് ഈ സെഗ്മെൻറ്റിലെ മറ്റ് പല വാഹനങ്ങളെയും ഞെട്ടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചുരുക്കം പറഞ്ഞാൽ വാഹന മേഖലയിലെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ടാറ്റ കർവിൻ്റെ ഡീസൽ DCA എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റ്. അപ്പോൾ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഗോവയിൽ നിന്നും നന്ദി. ബൈ.